ഹലോ ഗായ്സ്, നീലൂട്ടൻ്റെ ഒരു ബർത്ത്ഡേ വ്ലോഗ് കണ്ടാലോ നമുക്ക്? ചെറുവണ്ണൂരുള്ള സൂര്യ ഗാലക്സി എന്നാണ് കേട്ടോ. അവിടുത്തെ ഒരു ഹാളിൽ നിന്നാണ് മോൻ്റെ ബർത്ത്ഡേ നമ്മൾ കണ്ടക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കയറുമ്പോൾ തന്നെ അതാ മോൻ്റെ നെയിം ബോർഡൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നീലൂട്ടൻ അത് കണ്ട് ഭയങ്കര എക്സൈറ്റ് ആയി. കാരണം ഇതൊക്കെ എങ്ങനെ ഇവിടെ വന്നു എന്നായിരിക്കും ആൾ ചിന്തിക്കുന്നുണ്ടാവുക. എങ്ങനെയുണ്ട് ഗൈസ് ഞങ്ങൾ ഔട്ട്ഫിറ്റും ഡെക്കറേഷനും പിന്നെന്താ കേക്കും ഫോട്ടോഗ്രാഫറും ഫുഡും എല്ലാം സെറ്റായിരുന്നു കേട്ടോ. പക്ഷേ നീലൂട്ടൻ മാത്രം സെറ്റല്ലായിരുന്നു. ഇന്ന് ആൾക്ക് നല്ല പനിയായിരുന്നു. അപ്പം മൂഡ് മാറുന്നതിന് മുന്നേ ഞങ്ങൾ എന്ത് ചെയ്തു, 2 ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. പനി 2 ദിവസം മുന്നേ, ബർത്ത്ഡേൻ്റെ 2 ദിവസം മുന്നേ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ പ്രോഗ്രാം ക്യാൻസൽ ചെയ്യാനോ റീഷെഡ്യൂൾ ചെയ്യാനോ ഒന്നും പറ്റിയില്ല. എങ്ങനെയും എൻ്റെ പനിയൊക്കെ ഒന്ന് കുറച്ചിട്ട് ഒന്ന് സെറ്റാക്കാനേ പറ്റിയുള്ളൂ. ലൈഫ് ഇസ് എ ഹസിൽ. നമ്മുടെ ലൈഫ് എന്ന് പറയുമ്പോൾ അത് ഭയങ്കര ഫാസ്റ്റ് ആണല്ലേ. ഡേയ്സ് ജസ്റ്റ് പാസ്, മൊമെന്റ്സ് സ്ലിപ്പ് അവേ. എ മൊമെന്റ് ലൈക്ക് ദിസ് നെവർ കംസ് അഗെയിൻ. നമ്മുടെ ഈ നിമിഷം അല്ലെങ്കിൽ ഈ ദിവസം ഇനി ഒരിക്കലും തിരിച്ചു വരില്ല അല്ലേ. ടൈം ഡസൻ സ്റ്റോപ്പ് ഫോർ എനിവൺ ഓർ എനിത്തിങ്. ടൈം അങ്ങനെ നമ്മുടെ കയ്യിൽ നിൽക്കുന്ന ഒരാളല്ല. നീൽ താരകിന്റെ ഫസ്റ്റ് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാനാണ്. ഇറ്റ്സ് 365 days ഓഫ് നീൽ താരക്. പറഞ്ഞു അവൻ ജനിച്ചു. സോ ഒരു കുഞ്ഞ് ജനിക്കുമ്പോ ഒരു പൂവിടുന്ന പോലെയാണല്ലേ. സോ ലൈഫ് കുറച്ചുകൂടെ കളർഫുൾ ആവും, പുതിയ നിറങ്ങൾ വരും, പുതിയ ചിരികളാവും, കളികളാവും, പുതിയ ലേണിങ്സ് ഒക്കെ ഒപ്പം ഉണ്ടാവും. സോ ഒരു കുഞ്ഞു ജീവൻ ഒരു കുടുംബത്തിന്റെ ലോകം മൊത്തത്തിലാണ് മാറ്റിമറിക്കുന്നത്. അവരുടെ ചിരികളും കരച്ചിലും ഉറക്കില്ലാത്ത രാത്രികളും അതിനേക്കാൾ വലുതായിട്ട് സ്നേഹവും സന്തോഷവും നിറഞ്ഞ ഒരുപാട് ദിവസങ്ങളാണ് ഇത് സമ്മാനിക്കുന്നത് അല്ലെ. സോ ഇനി അധികം വലിച്ചു നീട്ടാണ്ട് നമുക്ക് നമ്മുടെ പരിപാടി തുടങ്ങാം. So let's welcome Neelutan and the proud parents Leah and അങ്ങനെ എൻട്രിക്കൊക്കെ ആളെ എന്തോ ഒരു വിധത്തിൽ സഹകരിച്ചു തന്നു. കാരണം അതിന് മുന്നേ ഒക്കെ കരച്ചിലായിരുന്നു. അങ്ങനെ ഇവിടെ എത്തിക്കഴിഞ്ഞിട്ട് ആ വണ്ടിയിൽ നിന്ന് എണീക്കാൻ ആൾക്ക് ഒട്ടും താല്പര്യമില്ലായിരുന്നു. ഇത് നീലൂട്ടൻ്റെ മാമൻ വാങ്ങിക്കൊടുത്ത വണ്ടിയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ സോപ്പൊക്കെ ഇട്ടിട്ട് എങ്ങനെയൊക്കെയോ ആ വണ്ടീൻ്റെ ഉള്ളിൽ നിന്ന് എടുത്തു. കാരണം നമുക്ക് കേക്ക് കട്ട് ചെയ്യണമല്ലോ. നമ്മളെ കേക്ക് സൂപ്പർ ഫ്ലഫി എന്നാണ് കേട്ടോ നമ്മൾ ഈ കേക്ക് വാങ്ങിച്ചിട്ടുള്ളത്. അടിപൊളി കേക്കായിരുന്നു, നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. പക്ഷേ ഇതൊന്നും കുട്ടികൾക്കിപ്പോൾ കൊടുക്കണേ ഞാൻ അത്ര യോജിക്കാത്തത് കൊണ്ട് തന്നെ ഞാൻ മോന് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ടൊരു കുഞ്ഞ് കേക്ക്, വലിയ മധുരമൊന്നും ഇടാണ്ട് കുട്ടികൾക്ക് കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കേക്ക് അവരെ കൊണ്ട് തന്നെ ഉണ്ടാക്കിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതും അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. പക്ഷേ എന്തൊക്കെയാണെങ്കിലും ആൾക്ക് വലിയ ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു കേക്ക് മുറിക്കാനും കേക്ക് കഴിക്കാനും ഫോട്ടോ എടുക്കാനും ഒന്നിനും. കാരണം ആളെ മുഖം കണ്ടാൽ തന്നെ ക്ഷീണമാണ്. കാരണം നമുക്ക് വേറെ വഴിയുമില്ല. കുറച്ച് ഫോട്ടോസെങ്കിലും കിട്ടിയാൽ കുറച്ച് കഴിഞ്ഞ് അവന് കാണിച്ചെടുക്കാമല്ലോ. എങ്ങനെയായിരുന്നു മോൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേ എന്ന്. പക്ഷേ ഇത് ഫുള്ള് പനി പിടിച്ച ബർത്ത്ഡേ ആയിപ്പോയി. അങ്ങനെ ഇതാ നമ്മൾ കേക്കൊക്കെ കട്ട് ചെയ്തു. അതാ ഞാൻ പറഞ്ഞ കേക്കാണ് കേട്ടോ. അത് ഒരു ടെൻഡർ കോക്കനട്ടിൻ്റെ ഒരു കേക്കാണ്. അങ്ങനെ ആ കേക്കും നമ്മൾ അവന് മുറിച്ചിട്ട് വായിൽ വെച്ച് കൊടുക്കാൻ നോക്കിയപ്പം ആൾക്ക് ഇൻട്രസ്റ്റ് ഇല്ല. ആൾ കരച്ചിലാണ്. കാരണം 2 ദിവസമായിട്ട് ഫുഡൊന്നും കഴിക്കണില്ല. അപ്പോൾ എന്തോ ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ടാണെന്ന് വിചാരിച്ചിട്ട് തീരെ സമ്മതിച്ചില്ല. അപ്പം പിന്നെ നമ്മൾ കൊടുത്തത് പിന്നെ വളരെ കുറച്ച് ആൾക്കാരുടെ കൂടെ ഫോട്ടോസ് വരെ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. പിന്നെ അവൻ കരഞ്ഞു. പിന്നെ അവനെ വല്ലാണ്ട് ബുദ്ധിമുട്ടിക്കേണ്ടെന്ന് കരുതി. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ഫുഡ് സെക്ഷനാണ് കേട്ടോ. നല്ല ഫുഡായിരുന്നു കേട്ടോ. ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു ഫുഡ് എന്താവുന്നുള്ളത്. ഇപ്പോൾ ഗീ റൈസ് ആയാലും ചിക്കൻ കറി ആയാലും കുറുമയാണെങ്കിൽ എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞു കേട്ടോ. നല്ല ഫുഡുമായിരുന്നു. നല്ല സഹകരണമുള്ള ആൾക്കാരുമാണ് കേട്ടോ അവിടെ ഉള്ളത്. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, വളരെ കുറച്ച് ഫാമിലീസിൻ്റെ കൂടെ നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റിയിട്ടുള്ളൂ. മോനാണെങ്കിൽ എന്തോ ക്ഷീണം. ഞാൻ അതിന് തൊട്ട് മുന്നേ മരുന്നൊക്കെ കൊടുത്തതുകൊണ്ടാണോ എന്നറിയില്ല, ക്ഷീണമാണ്. പക്ഷേ എന്തൊക്കെ ക്ഷീണമാണെങ്കിലും അമ്മ വേറൊരു വാവേനെ എടുത്തപ്പോൾ ഓന് തീരെ ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ വേഗം അതിനെ കൊടുത്തിട്ട് ഓൻ എടുക്കാൻ വേണ്ടി പറയാം. പനിയാണെങ്കിൽ അതിനൊന്നും ഒരു കുറവുമില്ല കേട്ടോ. അങ്ങനെ എല്ലാവരും ഒരുവിധം വിളിച്ച എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പം തന്നെ നമ്മൾ തന്നെ ഹാപ്പിയായി. നമ്മൾ എത്ര ആൾക്കാർ വരുന്നോ ഒന്നും നമുക്ക് അങ്ങനെ അറിയില്ലായിരുന്നല്ലോ. അപ്പോൾ നമ്മൾ അതിന് ഭയങ്കര ഹാപ്പിയായി. അങ്ങനെ ഫോട്ടോ എടുക്കാൻ ചിരിപ്പിക്കാൻ വേണ്ടി പലതും നോക്കി. ഒരു രക്ഷയില്ല, ഭയങ്കര കരച്ചിലാണ്. പിന്നെ ഞങ്ങൾ മെല്ലെ ഫോട്ടോ സെക്ഷനൊക്കെ അങ്ങോട്ട് നിർത്തി. ബാക്കിയുള്ളവരോടുമ്പോൾ ഇനി അടുത്ത ബർത്ത്ഡേക്ക് ഫോട്ടോ എടുക്കാമെന്ന് പറയല്ലാണ്ട് വേറെ നിവർത്തിയില്ലായിരുന്നു. ഡെക്കറേഷനൊക്കെ അടിപൊളിയല്ലേ, കണ്ടാൽ തന്നെ നമുക്ക് കിടിലനാന്ന് തന്നെ തോന്നും.
ഞങ്ങൾക്ക് നല്ല ഫോട്ടോ കിട്ടിയിട്ടില്ലെങ്കിലും വന്ന കുട്ടികൾക്ക് ഡെക്കറേഷൻ നല്ല ഫോട്ടോ കിട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ 2 എംസീസിനെ പറ്റി പറയാൻ ഞാൻ മറന്നുപോയി. ഒരു കുറേ പ്ലാനിങ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ എന്തോ അവരത് അങ്ങോട്ട് സ്റ്റോപ്പാക്കി. ബാക്കിയുള്ളതൊക്കെ ആ ഒരു ഫസ്റ്റത്തെ ആ ഒരു മൊമെന്റ്സ് അവർ സംസാരിക്കുമ്പോൾ തന്നെ നല്ല രസമുണ്ടായിരുന്നു കേൾക്കാൻ. ഞാനത് കംപ്ലീറ്റ്ലി അപ്പം കേട്ടില്ല. അപ്പോൾ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. പിന്നെ ഞാൻ അധികം എനിക്ക് വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. എനിക്ക് ഇതിനായിട്ട് വീഡിയോഗ്രാഫറൊന്നും ഇല്ല. ഉള്ള വീഡിയോഗ്രാഫർ ആയിരുന്നു സുനി. സുനിയാണെങ്കിൽ വേഗം വീട്ടിൽ പോവുകയും ചെയ്തു. അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്കുള്ള ഗിഫ്റ്റുകളൊക്കെ എടുത്ത് പോന്നു. ഈ ഒരു വീട് നിറച്ചും ഗിഫ്റ്റായിരുന്നു ഗൈസ്. അപ്പോൾ ഞാൻ ഓരോന്നായിട്ട് അൺബോക്സ് ചെയ്യാമെന്ന് വിചാരിച്ച് വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ ബിജു പറഞ്ഞു ഓരോന്ന് വീഡിയോ ആയിട്ട് എടുക്കണ്ട, കാരണം അത് ഇപ്പോഴൊന്നും തീരൂലാന്ന്. അങ്ങനെ പിന്നെ ഞാൻ പറഞ്ഞു ഓക്കെ എന്നാൽ പിന്നെ എല്ലാം ഓപ്പൺ ആക്കിയിട്ട് എല്ലാം കൂടി വെച്ചിട്ട് ഒരു ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ചെയ്യാം. അപ്പോൾ എങ്ങനെയുണ്ട് ഗൈസ് നീലൂട്ടൻ്റെ ഈ ഒരു ബർത്ത്ഡേ വ്ലോഗ്? കാര്യമായിട്ടൊന്നും ഇല്ലയെന്നറിയാം, എന്നാലൊന്ന് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ ബൈ.